കോക്ക് റെട്രോ കാർത്തിക് സുബരാജ് പടം എന്നെ സാർ പണി വെച്ചിരിക്കുന്ന സാർ. പടത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് തോന്നിയിട്ടൊരു സിനിമ. ടെക്നിക്കലൊക്കെ നല്ല പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. പക്ഷേ ഇതിൻ്റെ ഒരു കഥ, ഇതിൻ്റെ ഒരു തിരക്കഥ, ഇതിലെ പല ആളുടെ പെർഫോമൻസ്, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ, അതായത് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയാറാവുന്ന ആ സമയം വരെ കുറച്ചൊക്കെ കണ്ടിരിക്കാൻ പറ്റി. തുടക്കം ഗംഭീരമായിരുന്നേ. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു എന്തൊരു അപരാധം. അതുപോലെയാണ് ഇദ്ദേഹം പണി വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് സ്ഥിരം അടിച്ചമർത്തലും മറ്റേ ഓപ്പറേഷനും പഴയ കഥയും. ഇത് 90s നടക്കുന്ന കഥയാണ്. സിനിമ ആരംഭിക്കുന്നത് സൂര്യയുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ ഹോക്കിൻ ഫീനിക്സിൻ്റെ ജോക്കർ ഉണ്ടല്ലോ, ചിരി നിർത്താൻ പറ്റൂല. അതുപോലെ ഇതിൽ സൂര്യക്ക് ചിരിക്കാൻ പറ്റൂല. ഇതാണ് സംഭവം. അതേപോലെ ഇതിൽ ജോക്കറിൻ്റെ പോലത്തെ ഒരു സീനൊക്കെ ഉണ്ട്, അതായത് ചിരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. പക്ഷേ അതൊക്കെ പാളിപ്പോവുക ചെയ്തിട്ടുള്ളത്. പിന്നെ കുട്ടിക്കാലം കാണിക്കുന്നത് ഗംഭീര. അതിൽ ട്രെയിനിൽ ഫൈറ്റ് ഉണ്ട്, അതിൻ്റെ പിന്നെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുള്ള പെട്ട സാധനം. പിന്നെ സനയുടെ മ്യൂസിക്, സന്തോഷ് സാനാണ് ഇതിലേറ്റവും ടോപ്പ് നോയ്സ് എന്ന് പറയുന്നത്. ഇതിലെ സ്കോറും സോങ്സുമാണ്. കിട്ടുന്ന സ്കോറാണ്, തിയേറ്ററിന് പൊട്ടി. അതുപോലത്തെ സ്കോർ ഈ കുട്ടിക്കാലം ആ ചൈൽഡ് ആർട്ടിസ്റ്റിനെ കാണിക്കുന്ന ആ ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ സൂര്യയുടെ ഇൻട്രോ, മഞ്ഞ ഇൻട്രോ. സൂര്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോ എന്ന് പറയാം. എന്താ സ്റ്റൈൽ എന്ന് പറയാം. സ്റ്റൈല്, സ്വാഗ്, ഓറ, സ്ക്രീൻ പ്രസൻസ് ഒന്നും പറയണ്ട, അന്യ പരിപാടിയായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൽ ഈ പടം ശരിക്കും ഡൗൺ ആയത് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സിനിമ. പിന്നെ ഒരു കാര്യം കൊണ്ട് ഇതിലൊരു ഒരു സിംഗിൾ ഷോട്ട് ഫൈറ്റ് ഉണ്ട് ഒരു കല്യാണ മണ്ഡപത്തിൽ. അത് കിടുക. അപ്പോൾ ഇത്രയൊക്കെ കണ്ടിട്ട് അങ്ങനെ രസിച്ച് നല്ല ഒരു പടം കാണുന്ന ഒരു കാർത്തിക് സുബരാജ് പടം, സൂര്യ ഇസ് ബാക്ക് എന്ന ഫീലിങ്ങോട് കൂടി കണ്ടിട്ടുള്ള സിനിമയുടെ അവസ്ഥ. ഇതിന് നമ്മുടെ ചേരാമേട്ടൻ്റെ ഒരു വരവുണ്ട്. എൻ്റെ പൊന്നു ഉറപ്പിക്കൽ പറഞ്ഞാൽ സിനിമയിൽ ഊട്ടനീളം ഉറപ്പിക്കൽ. സാധാരണ അന്യഭാഷയിൽ പോയിട്ട് കോമാളി വേഷം ചെയ്യുന്നത് പറയാറില്ല. ഇതിൽ ശരിക്കും കോമാളി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോക്കറാണ്, ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് മറ്റേ മൂക്കിൽ മറ്റേ ജോക്കർ സാധനം വെച്ചിട്ട് ഇങ്ങനെ കോമാളിത്തരം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ച് ജയറാമിൻ്റെ വെറുപ്പിക്കൽ ഒരു ഭാഗത്ത്. ജോജു ഉണ്ടായ ജോജു ഇതിൽ താനോസാണ്. ജോജുവിൻ്റെ ഒരു കയ്യൊക്കെ ഉണ്ട്, താനോസിൻ്റെ കൈ പോലത്തെ. അത് വെച്ചിട്ടുള്ള ജോജുവിൻ്റെ പരിപാടികൾ. ജോജുവൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഈ പടത്തിലായി പോയി എന്ന് മാത്രം. അങ്ങനെ കുറേ. പിന്നെ പൂജ ഹെഡ്ഗെ അവരെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് അധികം വേണ്ടി വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സാധാരണക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവരെ സാധാരണക്കാരി അല്ലാതെയും കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരിപുരണ്ട ജീവിതങ്ങളാണ്. നമ്മുടെ പ്രശാന്തിലിൻ്റെ കരിപ്പടി യൂണിവേഴ്സില്ലേ, അതുപോലെ ഇതിൽ കരിപുരണ്ട ജീവിതങ്ങൾ. സാധാരണ ഇദ്ദേഹം അന്യായ പൊളിറ്റിക്സ് പറയുന്നത്. ഇപ്പം ജിഗർദണ്ഡ XX ആയി കഴിഞ്ഞാലൊക്കെ തന്നെ അതിനും കുറേ അങ്ങനത്തെ കുറേ കാട്ടിൽ താമസിക്കുന്ന കുറേ ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഇത് ദ്വീപ ആൻഡമാൻ. അവിടെ ഒരു സിസ്റ്റം, അവിടെ പിന്നെ രാജാവ്, പിന്നെ കുറേ പ്രജകൾ, അടിമകൾ പോലെ അങ്ങനെ കുറേ കരിപുരണ്ട ജീവിതങ്ങൾ. ലാസ്റ്റ് ഇവരെ കോമഡി പീസായി കളഞ്ഞു. ഇതിലെ മറ്റേ ഗ്ലാഡിയേറ്റർ ഫൈറ്റൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ടീമായിട്ട് അടിച്ച് ജയിക്കുക. അങ്ങനെ ഇത് കാണാൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പോൻ ഇതുപോലത്തെ ഒരു നിർഗുണേഷ് എന്ന് പറഞ്ഞാൽ ഊച്ചാളി വില്ലൻ. ഈ വില്ലൻ്റെ ക്യാരക്ടർ തന്നെ എഴുതി വെച്ചത് മോശം. അതോടൊപ്പം ഇദ്ദേഹത്തിന് കൂടെ ഇത്രയും വയ്യാത്തൊരു വില്ലൻ കണ്ടിട്ടില്ല. പിന്നെ ഇദ്ദേഹം മുഴുവൻ പച്ച കുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇത് പറയും ഡീമൻ. ഡീമൻ്റെ ഫാനാന്ന് തോന്നുന്നു, മറ്റേ മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിൽ ഒരു പരിപാടി ഉണ്ട്, മറ്റേ വിനയൻ്റെ വാറൻ ലെവൽ ഉപേക്ഷിച്ച് പോയ ആർട്ട് സാധനങ്ങൾ പുട്ടും കുറ്റിയൊക്കെ വെച്ചിട്ട് നമ്മുടെ രമ്യയുണ്ട്. മലയാളത്തിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, ദാരിദ്ര്യം പിടിച്ച കഥാപാത്രം മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന നടി, അല്ലെങ്കിൽ അവരങ്ങനെ തേടി വരുന്നതായിരിക്കും കഥാപാത്രങ്ങൾ. ഇതിൽ ദാരിദ്ര്യം എന്ന് മാത്രമല്ല, ഈ കരിപുരണ്ട ജീവിതങ്ങളിലെ പ്രധാനിയാണ്. ഓയിൽ സാരി എടുത്തിട്ട് ലാസ്റ്റ് രമ്യ ഒരു പുട്ടും കുറ്റിയൊക്കെ പിടിച്ച് നിൽക്കണ ഒരു പരിപാടി ഉണ്ട്. പിന്നെ ചിരിക്കുക, എന്തിന് എല്ലാവരും ചിരിക്കുക. എന്തോ ഒരു മാതിരി പടം. കയോട്ടിക്കായിട്ട് സിനിമ എടുക്കുന്ന മനസ്സിലാക്കുക. ഇത് കയോസ് ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പട് ദുരന്തം, മൾട്ടി ലീനിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ഇതുപോലത്തെ ഒരു പടം കാർത്തിക് സുബരാജ് എടുത്തു വെക്കുമെന്ന് വിചാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ മഹാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ അത്രയും കാണാം. ഇപ്പം രജനീകാന്തിൻ്റെ സിനിമയെ കഴിഞ്ഞാൽ പേട്ടയെ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സൂര്യയെ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴേ പെട്ടയ്ക്കും എന്നാ വിചാരിച്ചിട്ടുള്ളത്. വില്ലൻ്റെ പേര് വിദ്യാശങ്കർ നീലമേഘം. വല്ലാത്തൊരു മേഘം തന്നെ. ഇദ്ദേഹം ബോഡി ഒരു സെറ്റാക്കിയിട്ടില്ലാന്നേ. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ബോഡി സെറ്റാക്കണ്ടേ? ചുമ്മാ പച്ച കുത്തിയിട്ട് സുരാജ് ഗജനിയിലെ മറ്റേ ഇത് ചെയ്ത പോലെ പോവില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഇതുപോലെ ഒരു കോമഡി പീസ് ഇല്ലേ, കോമഡി പീസ് പറഞ്ഞാൽ ഭൂലോ കോമഡി പീസ്.
പിന്നെ ഇതിനകത്ത് പ്രകാശ് രാജുണ്ട്, അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. പിന്നെ നമ്മുടെ സുജിച്ചെന്നില്ലേ മലയാളത്തിൽ, അദ്ദേഹം ആസ് യൂഷ്വൽ കണ്ണെഴുതിയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ രീതിയുണ്ട്. അങ്ങനെ കുറച്ച് പേര് കൂടെ ഉണ്ട്. നാസറൊക്കെ നല്ല വെറുപ്പിക്കലായിരുന്നു. ഉള്ളവരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും സൂര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. സൂര്യ കിഡുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇങ്ങനെ പടായി പോയില്ല. പിന്നെ ഒരു കങ്കുവ വൈബ് അവസാനമാകുമ്പോഴത്തേക്ക് പറഞ്ഞ കുറേ കരിപുരുണ്ട ജീവിതവും കുറേ അമ്പും വില്ലും ഇതൊക്കെ വെച്ചിട്ട് ഒരു കങ്കുവ ഫ്ലേവർ പിന്നെ അങ്ങോട്ട് ഉടനീളം ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കണിമ സോങ് നല്ല വൈബായിരുന്നു തിയേറ്ററിൽ. അതായത് പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ ആ ഏരിയയിലൊക്കെ നല്ല വൈബിൽ പോയിക്കൊണ്ടിരുന്ന ഇദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, സൂര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്യോതികയും കൂടെ. അല്ലാത്ത അവസ്ഥ തന്നെ. കങ്കുവ വൈബ് എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ സൂര്യയുടെ ജഡമുനി അദ്ദേഹത്തൊരു പച്ച കുത്തിയിട്ടൊരു ജഡമുനിയായിട്ട് സൂര്യയുടെ അപരാധം. അതാണ് ഈ പടം. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് തുടരും. പിന്നെ സൂര്യ ഫാൻസിന് ഈ സിനിമയിൽ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് റീൽസൊക്കെ കട്ട് ചെയ്തിടാൻ പറ്റിയ രീതിയിൽ, റീൽസ് മാത്രമായിട്ട് കാണുവാണെങ്കിൽ കുറച്ച് സീൻസ് ഉണ്ട് കട്ട് ചെയ്ത് എസ് എ ഹോൾ സിനിമയല്ലേ പറയുന്നത്. പ്രത്യേകിച്ച് സൂര്യയുടെ ചില സാധനങ്ങൾ, നമ്മൾ അഞ്ജലി സോങ്ങിലുള്ള പോലെ സങ്കടം വരുമ്പോൾ ഡാൻസ് കളിക്കുക, പ്രേമനരേശം കൊണ്ട് ഫൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഒരു ഇമോഷണൽ സാധനം ഉണ്ടല്ലോ. പ്ലസ് മ്യൂസിക്, ആ ഒരു സൂര്യയുടെ ഒരു ഇമോഷണൽ പെർഫോമൻസ് കുറേ ഇതിനകത്തുണ്ട്. പക്ഷേ കാര്യമില്ല.